വികസനമില്ലാത്ത പാലക്കാട്. അവർ സുവർണ കോറിഡോറിന്റെ ഭാഗമായിക്കൊണ്ട് നമ്മുടെ ഈ പാലക്കാടിനെ കോയമ്പത്തൂരുമായി തമിഴ്നാടുമായി കണക്ട് ചെയ്യുമ്പോൾ ആ സുവർണ കോറിഡോറിൽ IT പാർക്കുകൾ വരണമെങ്കിൽ, അതിനിടയിൽ ടെക്സ്റ്റൈൽ പാർക്കുകൾ വരണമെങ്കിൽ, ഇവിടെ തന്നെ വലിയ മൂവ്മെന്റുകൾ ഉണ്ടാകണമെങ്കിൽ, സ്റ്റാർട്ടപ്പിന്റെയും സ്റ്റാൻഡപ്പിന്റെയും മേക്ക് ഇൻ ഇന്ത്യയും ഉണ്ടാകണമെങ്കിൽ, ഇവിടെ മോദി ഹൃദയം ചേർത്ത് വെക്കുന്ന ഒരു പാർട്ടി, ആ പാർട്ടിയുടെ ഒരാൾ ഇവിടെ നിന്ന് ജയിച്ച് MLA ആയി കഴിഞ്ഞാൽ ജനങ്ങൾക്ക് ഉറപ്പുണ്ട് 5 കോടിയുടെ വികസന പ്രവർത്തനം ചെയ്യാൻ വേണ്ടിയിട്ടല്ല ഞാൻ നിയമസഭയിൽ പോകുന്നത്. എൻ്റെ സുഹൃത്തും എനിക്ക് വഴികാട്ടിയുമായിട്ടുള്ള കർണാടകയിൽ നിന്ന് വളർന്നു വന്ന ശോഭാ കരന്തലേജെ കഴിഞ്ഞ 3 ദിവസം എനിക്ക് വേണ്ടി ഈ മാത്തൂരിലെ, കണ്ണാടിയിലെ, പിരായിരിയിലെ ഒക്കെ പാടശേഖര സമിതിക്കാർ കൊടുത്ത നിവേദനങ്ങൾ പരിശോധിക്കാൻ എൻ്റെ അരികിൽ ഇരിക്കുക എന്ന് പറഞ്ഞാൽ എനിക്കതൊരു വലിയ അഭിമാനമല്ലേ. കാരണം ഭാരതീയ ജനതാ പാർട്ടിയുടെ നാഷണൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ കർണാടകയിൽ നിന്ന് ശോഭാ കരന്തലാജയും, അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ നിന്ന് വാനതിയല്ല തമിളിസയും, കേരളത്തിൽ നിന്ന് ശോഭയും ഉണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെ ഉണ്ടായിട്ടുള്ള സൗഹൃദങ്ങൾ, ബന്ധങ്ങൾ, അതെല്ലാം അവരുടെ ഒരു കരുതലും തലോടലും എൻ്റെ നിയോജക മണ്ഡലത്തിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഉപയോഗപ്പെടുത്തുമ്പോൾ എനിക്ക് ശക്തി കൂടുകയാണ്.